ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആതിര. നമ്മൾ ഇന്ന് കോസ്റ്റ് അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കായ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗായി ബന്ധപ്പെട്ട് കുറച്ച് വേരിയൻസ് അനാലിസിസായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി ഇതിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കേൾക്കുക. കൂടാതെ ക്ലാസ് ഫുള്ളായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ 5 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഓരോ ദിവസവും എല്ലാ വീഡിയോസും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇന്നലെ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ക്ലാസ്സുകളും എല്ലാവരും കാണുക. 3 ക്ലാസ്സുകളും നന്നായി പഠിക്കുക. അതിനുശേഷം ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും കൂടി കണ്ട് പഠിച്ചതിന് ശേഷം ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ക്യാപിറ്റൽ മാർക്കറ്റാണ്. ക്യാപിറ്റൽ മാർക്കറ്റായി ബന്ധപ്പെട്ട ക്ലാസ് ഇന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ അതിനു മുമ്പ് ഈ വീഡിയോ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. Okay, it is a determination in advance of production of what should be the cost. അതായത് പ്രൊഡക്ഷന് മുന്നേ തന്നെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുകയാണ്, അഡ്വാൻസ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ എന്തായിരിക്കും കോസ്റ്റ് എന്ന്. അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റും എന്നും പറയുന്നത്. When standard costs are used for the purpose of cost control, the technique is known as standard costing. കോസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ടെക്നിക്കിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചേക്കുന്നത് കേട്ടോ. It is the preparation of standard cost and applying them to measure the variation from actual cost and analyzing the causes of variation with a view to maintain maximum efficiency in production. It is a technique which uses standards for cost and revenue for the purpose of control through variance analysis. അതായത് വേറെ ഒന്നുമില്ല, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു ടെക്നിക്കാണ്. ഇതിനു വേണ്ടി ഒരു കോസ്റ്റ് കൺട്രോൾ ടെക്നിക്കാണെന്ന് പറയാം. പിന്നെയോ നമ്മൾ ഇപ്പോൾ കോസ്റ്റ് കൺട്രോൾ ടെക്നിക്കാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ആണ്. അത് പ്രൊഡക്ഷന് മുന്നേ തന്നെ എന്തായിരിക്കും കോസ്റ്റ് എന്ന് നമ്മൾ നോക്കുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആക്ച്വൽ കോസ്റ്റും ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്നൊക്കെ മെഷർ ചെയ്യാനും സാധിക്കും. വേരിയേഷൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കമ്പാരിസണിൽ എന്തെങ്കിലും വേരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റാനുള്ള കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാനും സാധിക്കും. ഇനി പ്രിലിമിനറീസ് ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് പ്രിലിമിനറി അല്ലെങ്കിൽ സ്റ്റെപ്സ്. ഒന്നാമത്തത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ, കോസ്റ്റ് സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നെയോ ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് കേട്ടോ, കുറച്ചധികം സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. പിന്നെ ആ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. സെറ്റിംഗ് ഓഫ് സ്റ്റാൻഡേർഡ് നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യം എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോസ്റ്റ് സെൻറ്റർ. കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് എന്താ? ഇതിനു മുമ്പേ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ്റ്റ് സെൻറ്ററും പ്രോഫിറ്റ് സെൻറ്ററും അല്ലേ, റെസ്പോൺസിബിലിറ്റി സെൻറ്ററിൽ നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ഒരു ലൊക്കേഷൻ ആവാം, ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻ്റ് ആവാം. ഫോർ വിച്ച് കോസ്റ്റ് മേ ബി അസർട്ടൈൻ ആൻഡ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് എത്രയാണെന്ന് അസർട്ടൈൻ ചെയ്യുകയും കോസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് ആ പർപ്പസിന് വേണ്ടി അത് യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. Establishment of cost centers is necessary for fixing responsibility for unfavorable variances. കോസ്റ്റ് സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതൊരു നെസസറി ആണ് എപ്പോൾ അൺഫേവറബിൾ വേരിയൻസസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത്. അപ്പോൾ ആദ്യത്തേത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോസ്റ്റ് സെൻറ്റർ എന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണുള്ളത്. കുറച്ചധികം സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ്? 3 ടൈപ്പ് പ്രധാനമായും. കറൻറ്റ് സ്റ്റാൻഡേർഡ്, ബേസിക് സ്റ്റാൻഡേർഡ്, നോർമൽ സ്റ്റാൻഡേർഡ്. കറൻറ്റ് സ്റ്റാൻഡേർഡ്, ബേസിക് സ്റ്റാൻഡേർഡ്, നോർമൽ സ്റ്റാൻഡേർഡ്. കറൻറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു കറൻറ്റ് കണ്ടീഷൻ ആൻഡ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ യൂസ് ഓവർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. കറൻറ്റ് കണ്ടീഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കും. പിന്നെയോ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനെയാണ് കറൻറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഈ കറൻറ്റ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് ഐഡിയൽ സ്റ്റാൻഡേർഡിൻ്റെ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡിലെ ബേസിലാണ്. അപ്പോൾ ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്താണെന്ന് നോക്കണ്ടേ?
This is the standard which can be attained under the most favorable condition possibly. Most favorable condition നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ആ സ്റ്റാൻഡേർഡാണ് ഇത് ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതായത് ദിസ് സ്റ്റാൻഡേർഡ് ഈസ് ബേസ്ഡ് അപ്പോൺ എ വെരി ഹൈ ഡിഗ്രി ഓഫ് എഫിഷ്യൻസി വിച്ച് ഈസ് റാദർ ഇമ്പോസിബിൾ ടു അച്ചീവ്. ഒരു ഹൈ ഡിഗ്രി ഓഫ് എഫിഷ്യൻസിയാണ് ഈ സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു തിയററ്റിക്കൽ സ്റ്റാൻഡേർഡാണ് കേട്ടോ. ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ സ്റ്റാൻഡേർഡാണ്. പിന്നെ നമുക്ക് ഐഡിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല, അറ്റൈൻ ചെയ്യാൻ അത്ര പാടായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ് ഈ ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സ്റ്റാൻഡേർഡ് കൂട്ടി വയ്ക്കുമ്പോൾ, ഹൈ ഡിഗ്രി ഓഫ് എഫിഷ്യൻസി ഒക്കെ വയ്ക്കുമ്പോൾ എന്താ പ്രശ്നം, ഈ എംപ്ലോയീസിനാകെ ഒരു ഇതാവും അല്ലേ, ഫ്രസ്ട്രേഷൻ വരും. ഇത്രയും സ്റ്റാൻഡേർഡ് വെച്ച് കഴിഞ്ഞാൽ അത് അറ്റൈൻ ചെയ്യാൻ സാധിക്കാത്ത സ്റ്റാൻഡേർഡ് ആകുമ്പോൾ അവിടെ ആ ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഐഡിയൽ സ്റ്റാൻഡേർഡിന് വേറൊരു കുഴപ്പം എന്തായിരിക്കും, നമ്മൾ ആക്ച്വൽ സ്റ്റാൻഡേർഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അല്ലേ, ഒരു ഹൈ ഡിഗ്രി ഉള്ളതാണ്, നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റില്ലാത്ത സ്റ്റാൻഡേർഡാണ്. അപ്പോൾ നമ്മൾ ആക്ച്വൽ ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, കുറേ അധികം വേരിയൻസ് അതിൽ കാണിക്കും, ലാർജ് അൺഫേവറബിൾ വേരിയൻസ് നമുക്കതിൽ കാണിക്കും. ഇനി അടുത്തത് എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ അറ്റൈനബിൾ സ്റ്റാൻഡേർഡ്. അറ്റൈനബിൾ സ്റ്റാൻഡേർഡ് എന്താണെന്ന് നോക്കിയേ. ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് വിച്ച് ഈസ് ആൻറ്റിസിപ്പേറ്റഡ് ഡ്യൂറിങ് എ ഫ്യൂച്ചർ സ്പെസിഫൈഡ് ബഡ്ജറ്റ് പീരീഡ്. ഇൻ ഫിക്സിംഗ് ദിസ് ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് പ്രസൻറ്റ് കണ്ടീഷൻസ് ആൻഡ് സർക്കംസ്റ്റൻസസ് പ്രിവെയിലിംഗ് വിത്തിൻ എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. പ്രസൻറ്റ് കണ്ടീഷൻസും പിന്നെയോ ഇപ്പോഴത്തെ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയുണ്ടോ ആ സർക്കംസ്റ്റൻസസ് ആയിരിക്കും ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഐഡിയൽ സ്റ്റാൻഡേർഡിനേക്കാളും റിയലിസ്റ്റിക് ആയിട്ട് കണക്കാക്കുന്നത് ഈ എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ അറ്റൈനബിൾ സ്റ്റാൻഡേർഡാണ് കേട്ടോ. ഐഡിയൽ സ്റ്റാൻഡേർഡിനേക്കാളും റിയലിസ്റ്റിക് ആണ് അല്ലേ. ഇനി അടുത്തത്, അപ്പോൾ ആദ്യത്തെ ഏതായിരുന്നു, ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡിൽ കറൻറ്റ് സ്റ്റാൻഡേർഡ്. ആ കറൻറ്റ് സ്റ്റാൻഡേർഡിൽ നമ്മൾ പറഞ്ഞതാണ് ഐഡിയലും എക്സ്പെക്റ്റഡും. ഇനി വരുന്നത് ബേസിക് സ്റ്റാൻഡേർഡ്. ബേസിക് സ്റ്റാൻഡേർഡ് എന്താണ്, ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് വിച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ യൂസ് അൺആൾട്ടേർഡ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് യൂസ് ചെയ്യുന്നത്. ദി സ്റ്റാൻഡേർഡ് ഈസ് ഫിക്സഡ് ഫോർ ലോങ് പീരീഡ്സ് ഓ ആസ് ടു ഹെൽപ്പ് ഫോർവേഡ് പ്ലാനിങ്ങിനൊക്കെ അതുകൊണ്ട് തന്നെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് അൺആൾട്ടേർഡ്, അതായത് ഈ സ്റ്റാൻഡേർഡിന് ഒരു മാറ്റമില്ല, ഒരു ബേസിക് സ്റ്റാൻഡേർഡാണ്, കുറേ വർഷത്തേക്ക് ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഇത് അൺആൾട്ടേർഡ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എന്തായിരിക്കും, ആക്ച്വലും ബേസിക്കും തമ്മിലുള്ള ഡീവിയേഷൻസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഗുണം വേണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യേണ്ടതായി വരും. പക്ഷേ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ്, ബേസിക് എന്ന് പറയുന്നത് അൺആൾട്ടേർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അടുത്തത് നോർമൽ സ്റ്റാൻഡേർഡ്. ദിസ് സ്റ്റാൻഡേർഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ആവറേജ് സ്റ്റാൻഡേർഡ് വിച്ച് ഈസ് ആൻറ്റിസിപ്പേറ്റഡ് can be attained over a future period of time, preferably long enough to cover one trade cycle. ഒരു ട്രേഡ് സൈക്കിൾ കവർ ചെയ്യാവുന്ന രീതിയിൽ ഒരു ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ് ഈ നോർമൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രിലിമിനറീസ് ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണ് നോക്കുന്നതിൽ. അതിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോസ്റ്റ് സെൻറ്റർ പഠിച്ചു, ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ്. ഇനിയുള്ളതാണ് സെറ്റിംഗ് ദ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക അല്ലേ. ഡെവലപ്പിംഗ് ഓർ സെറ്റിംഗ് ദ സ്റ്റാൻഡേർഡ്സ് ഓർ എസ്റ്റാബ്ലിഷിംഗ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. സെറ്റിംഗ് ഓഫ് സ്റ്റാൻഡേർഡിൽ എന്താ പറയുന്നത്, just like a budget committee, there should be standard committee which should be entrusted with the work of setting standard cost. ബഡ്ജറ്റ് കമ്മിറ്റിയെ പോലെ തന്നെ എന്ത് കമ്മിറ്റി ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് കമ്മിറ്റി ഉണ്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട്, ജനറൽ മാനേജർ, പർച്ചേസ് ഓഫീസർ, പ്രൊഡക്ഷൻ എഞ്ചിനീയർ, പ്രൊഡക്ഷൻ മാനേജർ, സെയിൽസ് മാനേജർ, കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ആൻഡ് അതർ ഫങ്ഷണൽ ഹെഡ്സ് ഇഫ് എനി. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എവിടെയുണ്ട്, ഈ സ്റ്റാൻഡേർഡ് കമ്മിറ്റിയിലുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയാണ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, സ്റ്റാൻഡേർഡ് ഒരിക്കലും ടു ഹൈ ആവാനും പാടില്ല, പിന്നെയോ ലോ ആവാനും പാടില്ല. ടു ഹൈ ആയിക്കഴിഞ്ഞാൽ അത് അറ്റൈൻ ചെയ്യാൻ പാടായിരിക്കും, ടു ലോ ആയിക്കഴിഞ്ഞാലോ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആ ഒരു രീതിയിലേക്ക് പോകും അല്ലേ. ആക്ച്വൽ ആയിരിക്കും എപ്പോഴും കൂടുതലായി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സോ അങ്ങനെയൊന്നും നമ്മൾ പിന്നെ നോക്കില്ല. അപ്പോൾ അതുകൊണ്ട് അധികം ലോ ആവാനും പാടില്ല.
ഇനി ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന കുറച്ച് എലമെൻറ്റ്സ് ആണ്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് അതിൽ വരുന്നത് ഏതൊക്കെയാണ്? ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ നീഡഡ് ഫോർ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ്. പിന്നെ ഡയറക്റ്റ് ലേബർ കോസ്റ്റും ഓവർഹെഡ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ എന്നൊക്കെയുള്ളത്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് അനാലിസിസ് ഓഫ് വേരിയൻസസ്. അനാലിസിസ് ഓഫ് വേരിയൻസസ് ആണ് നോക്കാനുള്ളത്. അനാലിസിസ് ഓഫ് വേരിയൻസിന് മുമ്പ് എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാർഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാർഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഏതൊക്കെയാണ്? മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്സ്. അപ്പോൾ അത് നമ്മൾ വച്ചുകൊണ്ട് ആ എലമെൻറ്റ്സ് വച്ചുകൊണ്ട് സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുമല്ലോ. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാർഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. Such a card shows for a specified unit or production, quantity and price of each type of material required, the time and rate of each category of labor, the overhead rate, etc. അപ്പോൾ ആ കാർഡിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും? പ്രൊഡക്ഷൻ, പിന്നെയോ ക്വാണ്ടിറ്റി, പ്രൈസ്, മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി, പ്രൈസ്, പിന്നെ ഓരോ ലേബർ എത്ര ടൈം ആൻഡ് റേറ്റ് എടുക്കുന്നുണ്ട്, പിന്നെ ഓവർഹെഡ് റേറ്റ്, എല്ലാ കാര്യങ്ങളും ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാർഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഷീറ്റിൽ ഉണ്ടായിരിക്കും. ഇനി അനാലിസിസ് ഓഫ് വേരിയൻസ് ആണ് നോക്കാൻ പോകുന്നത്. അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ കൺട്രോളിംഗ് ദ പെർഫോമൻസ് ആൻഡ് അച്ചീവിംഗ് ദ പ്രോഫിറ്റ് ദാറ്റ് ഹാവ് ബീൻ പ്ലാൻഡ്. അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡും ആക്ച്വലുമായിട്ട് കമ്പയർ ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും വേരിയൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. നോക്കിയേ, ദ ഡീവിയേഷൻ ഓഫ് ദ ആക്ച്വൽ കോസ്റ്റ് ഓർ പ്രോഫിറ്റ് ഓർ സെയിൽ ഫ്രം ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് നോൺ ആസ് വേരിയൻസ്. ആ ഡീവിയേഷനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആക്ച്വൽ കോസ്റ്റ് ലെസ് ആണെങ്കിൽ, സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാളും ലെസ് ആണ് ആക്ച്വൽ കോസ്റ്റ് എങ്കിൽ ഇറ്റ് ഈസ് ഫേവറബിൾ വേരിയൻസ്. അതിനെ നമ്മൾ ഫേവറബിൾ വേരിയൻസ് എന്ന് പറയും. അത് എഫിഷ്യൻസിയുടെ സൈനായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി നേരെ ഓപ്പോസിറ്റ്, ആക്ച്വൽ കോസ്റ്റ് കൂടുതലും സ്റ്റാൻഡേർഡ് കോസ്റ്റ് കുറവുമാണെങ്കിൽ അതെന്താണ്? അത് അൺഫേവറബിൾ ആയിട്ടായിരിക്കും നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഇൻഎഫിഷ്യൻസിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി അനാലിസിസ് ഓഫ് വേരിയൻസിൽ എലമെൻറ്റ്സ് വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഡയറക്റ്റ് മെറ്റീരിയൽ വേരിയൻസ്, ഡയറക്റ്റ് ലേബർ, ഓവർഹെഡ്, പിന്നെ സെയിൽസ് വേരിയൻസും വരുന്നുണ്ട്. അതിൽ ആദ്യം മെറ്റീരിയൽ വേരിയൻസ് ആണ്. മെറ്റീരിയൽ വേരിയൻസിൽ തന്നെ കുറച്ച് ടൈപ്സ് ഉണ്ട്, 5 ടൈപ്സ് വരുന്നുണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യം മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് വെച്ചാൽ എന്താ നോക്കി. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ അലൗഡ് ഫോർ ദ ഔട്ട്പുട്ട് അച്ചീവ്ഡ് ആൻഡ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്. എത്ര അലൗ ചെയ്തു, എത്ര നമ്മൾ ആക്ച്വൽ കോസ്റ്റ്, എത്ര മെറ്റീരിയൽ യൂസ് ചെയ്തതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് എത്രയാണ്, അതിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൽ നോക്കുന്നത്. ഫോർമുല നോക്കിയാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിൽ നിന്ന് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് കുറച്ചാൽ മതി. പിന്നെ അതിൻ്റെ തന്നെ വേറെ ഇക്വേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഈക്വൽ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് പ്ലസ് മെറ്റീരിയൽ യൂസേജ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി വേരിയൻസ്. വേറെ ഇക്വേഷൻ ആണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഈക്വൽ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് പ്ലസ് മിക്സ് വേരിയൻസ് പ്ലസ് ഈൽഡ് വേരിയൻസ്. രണ്ടാമത്തേതാണ് MPV അഥവാ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. It is that portion of the material cost variance which is due to the difference between the standard cost of material used for the output achieved and the actual cost of material used. Question നോക്കിയേ, ആക്ച്വൽ യൂസേജ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് പ്രൈസ് മൈനസ് ആക്ച്വൽ യൂണിറ്റ് പ്രൈസ് ആണ് ഇവിടെ കാണുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡും പിന്നെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിൽ വരുന്നത്. മെറ്റീരിയൽ യൂസേജ് അല്ലെങ്കിൽ മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസ് MQV. It is that portion of material cost variance which is due to the difference between standard quantity of material specified. ഉണ്ട് ക്വാണ്ടിറ്റി വേരിയൻസ് ആയതുകൊണ്ട് quantity of material specified for
Actual output for the actual output and the actual quantity of material used. ഇപ്പോൾ quantity of material, standard quantity of material actual quantity of material used തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൽ വരുന്നത്. സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ്, സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി കണ്ടാൽ മതി. ദെൻ മെറ്റീരിയൽ മിക്സ് വേരിയൻസ്, MMV, മിക്സ് വേരിയൻസ്. Due to the difference between standard and the actual composition of mixture, standard mixture actual composition of mixture തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസിൽ വരുന്നത്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് കോസ്റ്റ്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ റിവൈസ്ഡ് ഉണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കോസ്റ്റ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റിയാണ് നോക്കേണ്ടത്. ദെൻ ലാസ്റ്റ് വൺ മെറ്റീരിയൽ ഈൽഡ് അല്ലെങ്കിൽ സബ് യൂസേജ് വേരിയൻസ്, മെറ്റീരിയൽ ഈൽഡ് അതാണ് MYV എന്ന് പറയുന്നത്. ഇതിന് സ്ക്രാപ്പ് വേരിയൻസ് എന്നും അറിയപ്പെടും. ഇതെന്താണ്? പോർഷൻ ഓഫ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് വിച്ച് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഈൽഡ് സ്പെസിഫൈഡ് ആൻഡ് ആക്ച്വൽ ഈൽഡ് ഒപ്റ്റെയിൻ. സ്റ്റാൻഡേർഡ് ഈൽഡ് സ്പെസിഫൈഡും ആക്ച്വൽ ഈൽഡ് ഒപ്റ്റെയിൻഡ് കിട്ടിയ ആക്ച്വൽ ഈൽഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസിൽ വരുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും ആ ഹെഡിങ് നോക്കിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡും അതുമായി ബന്ധപ്പെട്ട ആക്ച്വലും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എപ്പോഴും അതിൽ വരുന്നത്. ഈൽഡ് വേരിയൻസ് ഈസ് ഓൾസോ നോൺ ആസ് സ്ക്രാപ്പ് വേരിയൻസ്. ഈൽഡ് വേരിയൻസിന് എന്ത് പറയുന്നു? സ്ക്രാപ്പ് വേരിയൻസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഈൽഡ് വേരിയൻസ് ഈക്വൽ സ്റ്റാൻഡേർഡ് റേറ്റ് ആക്ച്വൽ ഈൽഡ് മൈനസ് സ്റ്റാൻഡേർഡ് ഈൽഡ്. ഇനി റിവൈസ്ഡ് വരുമ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് ഗ്രോസ് ഔട്ട്പുട്ട് മൈനസ് സ്റ്റാൻഡേർഡ് ലോസ് ആണ് കേട്ടോ. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് ആക്ച്വൽ ഈൽഡ് മൈനസ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഈൽഡ്. ഇതിങ്ങനെ കാണാപ്പാഠം പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് നോക്കിപ്പോൾ എത്ര കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞൊന്ന് ക്ലാസ് കേൾക്കുക, അതിനുശേഷം ഒന്ന് വായിച്ച് നോക്കുക, അല്ലാത്ത രീതിയിൽ പഠിക്കേണ്ട കേട്ടോ. ഇതൊക്കെ കൂടുതലായിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ MCQയിലും PYQ ചെയ്യുമല്ലോ. PYQ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ PYQൻ്റെ കൂടെ തന്നെ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ PYQ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഒന്ന് പഠിക്കുക. എന്തായാലും നമ്മുടെ ടെക്സ്റ്റിലുള്ളത് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. ലേബർ വേരിയൻസിലുമുണ്ട് കുറച്ചധികം. കോസ്റ്റ്, പിന്നെന്താണ് റേറ്റ് ഓഫ് പേ, ലേബർ എഫിഷ്യൻസി, ടോട്ടൽ ലേബർ എഫിഷ്യൻസിയും ഉണ്ട്, ലേബർ എഫിഷ്യൻസിയും ഉണ്ട്, ഐഡിയൽ ടൈം വേരിയൻസ് ഉണ്ട്, മിക്സ് വേരിയൻസ് ഉണ്ട്, ഈൽഡ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ വേരിയൻസ്. ഇത്രയും വേരിയൻസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ അത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അതായത് ഇപ്പോൾ ലേബർ കോസ്റ്റ് വേരിയൻസ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ അലൗഡും ആക്ച്വൽ ഔട്ട്പുട്ട് അച്ചീവ്ഡ് അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും കേട്ടോ. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ ആണ് ലേബർ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. ലേബർ കോസ്റ്റ് വേരിയൻസിൻ്റെ വേറെ പേരെന്താണ്? വേജസ് വേരിയൻസ് എന്നും അറിയപ്പെടുന്നു. പിന്നെയുള്ളത് ലേബർ റേറ്റ് അല്ലെങ്കിൽ ലേബർ പേ വേരിയൻസ്. ലേബർ പേ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് റേറ്റ് സ്പെസിഫൈഡും ആക്ച്വൽ റേറ്റ് പെയ്ഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ. സ്റ്റാൻഡേർഡ് റേറ്റ് ആക്ച്വൽ റേറ്റ് പെയ്ഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ലേബർ പേ വേരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ടോട്ടൽ ലേബർ എഫിഷ്യൻസി വേരിയൻസ് ഉണ്ട്. അത് സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ടൈം ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ ടൈം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ടൈമും സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ ടൈമും അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതിൽ വരുന്നത്, ടോട്ടൽ ലേബർ എഫിഷ്യൻസി വേരിയൻസിൽ വരുന്നത്. ദെൻ ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലേബർ അവേഴ്സും ആക്ച്വൽ ലേബർ അവേഴ്സ് സ്പെൻഡും, സ്റ്റാൻഡേർഡ് ലേബർ അവേഴ്സ് ഫോർ ദ ഔട്ട്പുട്ട് അച്ചീവ്ഡും ആക്ച്വൽ ലേബർ അവേഴ്സ് സ്പെൻഡും അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ലേബർ എഫിഷ്യൻസി വേരിയൻസിൽ വരുന്നത്. ദെൻ ഐഡിയൽ ടൈം, ലേബർ ഐഡിയൽ ടൈം വേരിയൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന അബ്നോർമൽ ഐഡിയൽ ടൈം ഉള്ളപ്പോൾ മാത്രമാണ് നമ്മൾ ഐഡിയൽ ടൈം വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ.
അബ്നോർമൽ ഐഡിയൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഐഡിയൽ ടൈം വേരിയൻസ് കാണുന്നത് എങ്ങനെയാണ്? അബ്നോർമൽ ഐഡിയൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് മൈനസ് ആക്ച്വൽ അവേഴ്സ് പെയ്ഡ്, വർക്ക്ഡ് മൈനസ് പെയ്ഡ് ചെയ്താലും മതി. ഇനി മിക്സ് വേരിയൻസ് അല്ലെങ്കിൽ ഗ്യാങ് കോമ്പോസിഷൻ വേരിയൻസ്. ലേബർ എഫിഷ്യൻസി വേരിയൻസിൻ്റെ ഒരു പാർട്ടാണ് ലേബർ മിക്സ് വേരിയൻസ് അല്ലെങ്കിൽ ഗ്യാങ് കോമ്പോസിഷൻ വേരിയൻസ് എന്ന് പറയുന്നത്. ദെൻ ലേബർ ഈൽഡ് വേരിയൻസ്. ലേബർ ഈൽഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? സ്റ്റാൻഡേർഡും ആക്ച്വൽ ഈൽഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ആക്ച്വൽ ഈൽഡ് ഇൻ യൂണിറ്റ് മൈനസ് സ്റ്റാൻഡേർഡ് ഈൽഡ്. ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ വേരിയൻസ്. This is a variance in labor cost which arises due to substitution of labor when one grade of labor is substituted by another. The difference between actual hours of standard rate of standard worker and the actual hours at the standard rate of actual worker. Standard worker actual worker തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതിൽ വരുന്ന ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വേരിയൻസിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ലേബറായി ബന്ധപ്പെട്ടത്. ഇനി ഓവർഹെഡ് എന്ന് വെച്ചാൽ എന്താ? ഇൻഡയറക്റ്റ് അല്ലേ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ അതായി ബന്ധപ്പെട്ട വേരിയൻസുകൾ ഏതൊക്കെയാണ്? ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ്. ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസിനെ നമ്മൾ വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ് എന്നും ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ് എന്നും അറിയപ്പെടുന്നുണ്ട്. വേരിയബിളും ഉണ്ട്, ഫിക്സഡും ഉണ്ട്. വേരിയബിൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് അലൗഡും ആക്ച്വൽ ഔട്ട്പുട്ട് അച്ചീവ്ഡും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ഇനി ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി കേട്ടോ. ബജറ്റ് ഓർ എക്സ്പെൻഡിച്ചർ ഏതിനെ? അത് ഫിക്സഡിനെ നമ്മൾ തിരിക്കുന്നതാട്ടോ. കണ്ടോ, ഫിക്സഡ് ആണ് പഠിച്ച് ഫിക്സഡിനെ തിരിക്കുന്നത് ഏതൊക്കെ? ബജറ്റ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ വേരിയൻസ് എന്നും വോളിയം വേരിയൻസ് എന്നും തിരിക്കുന്നുണ്ട്. വോളിയം വേരിയൻസ് മൂന്നായി തിരിക്കുന്നതാണ് കപ്പാസിറ്റി വേരിയൻസ്, കലണ്ടർ വേരിയൻസ് ആൻഡ് എഫിഷ്യൻസി വേരിയൻസ്. ഇതിൽ കപ്പാസിറ്റി വേരിയൻസ്, കലണ്ടർ വേരിയൻസ് ആൻഡ് എഫിഷ്യൻസി വേരിയൻസ്. എന്താണ് കലണ്ടർ വേരിയൻസ് നോക്കി? ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദ വോളിയം വേരിയൻസ്. വോളിയം വേരിയൻസിൻ്റെ ഒരു പോർഷനാണ്, അല്ലെങ്കിൽ വോളിയം വേരിയൻസിൻ്റെ ഒരു സബ് എലമെൻ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. which is due to the difference between the number of working days in the budget period and the number of actual working day in the period. Number of working day in budget period number of actual working days തമ്മിലുള്ള ഡിഫറൻസ് ആണ് കലണ്ടർ വേരിയൻസ് എന്ന് പറയുന്നത്. കലണ്ടർ വേരിയൻസ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. ഓക്കെ, പിന്നെ എഫിഷ്യൻസി വേരിയൻസ്, അതിൽ ബജറ്റഡ് എഫിഷ്യൻസിയും ആക്ച്വൽ എഫിഷ്യൻസി അച്ചീവ്ഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കി വയ്ക്കുക. ഈ വേരിയൻസ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. കറക്റ്റായിട്ട് ഇങ്ങനെ പഠിക്കേണ്ട, പക്ഷേ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് PYക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയതുണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക, മടി വിചാരിക്കാതെ പഠിക്കുക. ഇനി കുറച്ച് ദിവസങ്ങളെ നമുക്ക് മുന്നിലുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും ക്ലാസ്സൊക്കെ കേട്ട് പഠിച്ച് തയ്യാറായിരുന്നാലാണ് MCQ ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ നിങ്ങൾക്കൊരു ടെസ്റ്റ് എന്ന രീതിയിൽ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.